കർക്കിടാകുന്ന കുണ്ണിയേൽ ജംഗ്ഷനിൽ അക്ഷയക്ക് ഇടതുവശമായിട്ട് SPC ഓർഗാനിക് സ്റ്റോർ എന്നൊരു കട. അതിൽ തികച്ചും ഓർഗാനിക് പ്രൊഡക്റ്റുകളാണ് ഉള്ളത്. ഇതിൽ പ്രധാനമായിട്ടുള്ള കുറച്ച് ഐറ്റങ്ങൾ നമുക്ക് പറഞ്ഞു തരാൻ കഴിയും. ഇത് ഹോമിയോ ഗുളികയാണ്. അതായത് എല്ലാ സസ്യങ്ങൾക്കും സ്വാഭാവികമായും പ്രതിരോധശക്തി ഉണ്ട്. ഈ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിലൂടെ വിളകളെ ആക്രമിക്കുന്ന കീടങ്ങളെയും രോഗങ്ങളെയും ഒരു പരിധിവരെ അകറ്റി നിർത്താനാവും. ഇതിനായി കർഷകരെ സഹായിക്കുന്ന ഉൽപ്പന്നമാണ് ഹോമിയോ അഗ്രോ കെയർ. ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഏറ്റവും മികച്ച കീടനാശിനിയായി കീടനിയന്ത്രണം സാധ്യമാക്കും എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. കീടങ്ങളെ കൊല്ലുന്നതിന് പകരം അവയെ വിളയിൽ നിന്നും അകറ്റുക എന്ന ശാസ്ത്രീയ രീതിയാണ് SPC ഹോമിയോ അഗ്രോ കെയർ നിർവഹിക്കുന്നത്. അപ്പോൾ ഈ സാധനം നിങ്ങൾക്ക് നമ്മളിവിടെ അധികം ഉപയോഗിക്കുന്നത് തെങ്ങിനെ ബാധിക്കുന്ന മണ്ടരി, ചെള്ള് കുത്തുക എന്നിവ ഇത് ഉപയോഗിച്ചാൽ ഇല്ലാതെയാവും. ഇത് ചെറിയ തൈയിനൊക്കെ ഒരു 2 ഗ്രാം എടുത്ത് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക, മുരട്ടിൽ ഒഴിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ വേര് കട്ട് ചെയ്തിട്ട് വേരിൽ കുഴി കുത്തിയിട്ട് ഒരു കീസിലാക്കി വെള്ളം ആ വേര് പ്ലാസ്റ്റിക് കീസിലേക്ക് ഇറക്കി റബ്ബർ ബാൻഡ് ഇട്ട് കഴിഞ്ഞാൽ 15 ദിവസം കൊണ്ട് ആ വെള്ളം തെങ്ങ് വലിച്ചെടുക്കും. അതിനുശേഷം ആ തെങ്ങിനെ വണ്ട് കുത്തുന്നത് അത് അതിൻ്റെ കുരൽ മധുരമുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇത് കയറിക്കഴിഞ്ഞാൽ പിന്നീട് അത് പുളിപ്പായി മാറും, ഒരു സ്മെല്ലും ഉണ്ടാവും. അങ്ങനെ ആ വണ്ട് ചെള്ള് ഇത് തെങ്ങിനെ പിന്നെ ആക്രമിക്കാൻ വരില്ല. ഇത് അമിനോ 20 തികച്ചും ഓർഗാനിക്കാണ്. ഇതിൻ്റെ കാര്യമായിട്ട് ഉപയോഗിക്കുന്ന ചെടി പുഷ്പിക്കാൻ, ചെടി ഇങ്ങനെ മുരടിച്ച് നിൽക്കുകയാണ്, അത് പൂവിടാൻ, മണ്ണിൻ്റെ പ്രോട്ടീൻ കുറവ് നികത്താൻ എന്നിവയാണ് ഇത് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നീട് ഈ മൈക്രോപ്ലസ് എന്ന് പറഞ്ഞ സാധനമാണ്. ഇതിൽ എഴുതിയിട്ടുണ്ട് ഇത് എന്തിനെല്ലാം ഉപയോഗിക്കുന്നെന്ന്. ഓക്കെ. പിന്നീട് ഹുമിക്കാണ്. നമ്മൾ ചെടിക്ക് വേരില്ലാതെ ചെടി വളരാൻ സാധിക്കില്ല. അപ്പോൾ പെട്ടെന്ന് വേര് പിടിക്കാനും ജലാംശം നിലനിർത്തി ചെടിക്ക് പെട്ടെന്ന് വളർച്ച ഉണ്ടാക്കാനും വേണ്ടിയിട്ടാണ് ഈ ഹുമിക്ക് ഉപയോഗിക്കുന്നത്. പിന്നീട് ക്യൂർ പ്ലസ് എന്ന് പറഞ്ഞ സാധനമാണ്. അത് നമ്മളെ കവുങ്ങിനെ വേര് ചെയ്യുന്നതിന് ജലപൂപ്പലുകളുടെ ആക്രമണത്തിനെതിരെ ക്യൂർ പ്ലസ് ശക്തമായിട്ട് പോരാടും. കവുങ്ങിൻ്റെ മഹാളി രോഗത്തിന് ഏറ്റവും നല്ല പ്രതിവിധിയാണ്. അതുമാതിരി ഈ ചെറിയ കവുങ്ങ് തൈ അതിൻ്റെ ഇലമ ഉണ്ടാവും ഒരു പുഴു, ഇതടിച്ചാൽ പെട്ടെന്ന് പുഴു പോകും. അങ്ങനെ ഒരുപാട് ഉപകാരങ്ങളാണിത്. അടക്ക കർഷകർക്കാണ് ഇത് ഏറ്റവും നല്ല ഉപകാരമായിട്ട് വരുന്നത്. പിന്നീട് സീവീഡ് ജെൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനമാണുള്ളത്. ഈ സാധനം നമ്മൾ ഉപയോഗിക്കുന്നത് പൂക്കൾ കൊഴിഞ്ഞു പോകുന്നതിന്, മണ്ണിൻ്റെ പോഷകം ഇല്ലാത്തതിന്
അതായത് മണ്ണിൽ പോഷകാംശം ഇല്ലാന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മളെ ചെടികളിലെ പൂക്കൾ കൊഴിഞ്ഞു പോകും. അപ്പോൾ ഇതിൽ ഒരുപാട് പോഷകാംശങ്ങളും ഇത് നമുക്ക് വായിച്ചാൽ മനസ്സിലാവും ഇതിൻ്റെ ഗുണങ്ങൾ. അപ്പോൾ ചെടികളെ പൂക്കൾ കൊഴിഞ്ഞു പോകുന്നതിനാണ് ഇത് നമ്മൾ കാര്യമായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നീടുള്ളത് ഓർഗാനിക് മിക്സ് എന്ന് പറഞ്ഞ സാധനമാണ്. അതിൻ്റെ ഉപയോഗം ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നീട് പൾവിക്ക് എന്ന് പറഞ്ഞ സാധനമാണ്. ചെടികൾക്ക് പെട്ടെന്ന് കോശവിഭജനം ഉണ്ടാക്കാൻ വേണ്ടി, പെട്ടെന്ന് ഉള്ള വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. പിന്നീട് നമ്മൾ കവുങ്ങിനുള്ള മഞ്ഞളിപ്പ്, അതിന് ഉപയോഗിക്കുന്ന സാധനമാണിത്. ഇത് ഡൊളോമൈറ്റാണ്. കവുങ്ങിൻ്റെ ഇലയുടെ ഞരമ്പുകൾക്കിടയിലുള്ള മഞ്ഞളിപ്പുണ്ടല്ലോ, അതില്ലാതാക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത്. പിന്നീട് നമ്മൾ pH ബൂസ്റ്റർ എന്ന് പറയും. ഇത് നമ്മൾ തെങ്ങിന് കവുങ്ങിനെല്ലാം നീറ്റ് കക്കയാണ് ഉപയോഗിക്കുന്നത്. നീറ്റ് കക്ക ഉപയോഗിച്ചാൽ 40 ദിവസം കൊണ്ട് ഈ കക്കയുടെ വാലിഡിറ്റി കഴിഞ്ഞ് മണ്ണിൻ്റെ pH പഴയ സ്ഥിതിയിലേക്ക് വരും. അപ്പോൾ ഇതിൽ വരുന്ന നമ്മളെ കടലിൻ്റെ അടിയിലെ പച്ചക്കക്കയാണ് വരുന്നത്. അതൊരു വർഷം കവുങ്ങിൻ്റെ തെങ്ങിൻ്റെ അടിയിലൊന്ന് കടന്ന് മണ്ണിൻ്റെ pH 7 എപ്പോഴും നിലനിർത്തും. അപ്പോൾ ഇതിൽ വരുന്നത് കാൽസ്യം കാർബണേറ്റും ഡോളോമൈറ്റും കാർബണുമാണ്. കാൽസ്യം കാർബണേറ്റ് നമുക്കറിയാം കക്കയാണ്. അത് ഡോളോമൈറ്റ് നമുക്കറിയാം ഈ അച്ചിങ്ങ കൊഴിഞ്ഞാടുന്നതിനും തേങ്ങയുടെ ചിരട്ട പൊട്ടി ചാടുന്നതിനും എല്ലാം ഉപയോഗിക്കുന്നതാണ് ഡോളോമൈറ്റ്, പ്രതിരോധ ശക്തി കൂടാൻ വേണ്ടിയിട്ട്. പിന്നെ കാർബൺ എന്ന് പറയുന്നത് അത് നമ്മൾ തെങ്ങിൻ്റെ ചുട്ടിൽ എപ്പോഴും ജലാംശം നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് ചെടികൾക്ക് വളമായിട്ട് ഉപയോഗിക്കേണ്ട സാധനമാണിത്. ഇതിൽ 14 മൂലകങ്ങൾ ഉള്ളതാണ്. അതിലുള്ളത് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ, ബോറോൺ, സിങ്ക്, ലയൺ, കോപ്പർ, കാർബൺ, ഇങ്ങനെ 14 മൂലകങ്ങൾ ഇതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. നമുക്കൊരു ചെടിക്ക് ആവശ്യമായിട്ടുള്ള 17 മൂലകങ്ങളാണ്. 3 മൂലകങ്ങൾ അന്തരീക്ഷത്തിൽ നിന്നും 14 മൂലകങ്ങൾ നമ്മൾ മണ്ണിൽ നിന്നാണ് പിടിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഈ 14 മൂലകങ്ങളും ഇതിലുണ്ട്. ഓക്കെ, ഇത് റബ്ബർ ആണ് ഏറ്റവും ബെസ്റ്റ്. റബ്ബറിന് പട്ടമരയിപ്പ്, ചീക്ക്, അങ്ങനെ വേരുകൾ പടർന്ന്, ചീക്കും പട്ടമരയിപ്പും ഉണ്ടാവില്ല ഇത് ഉപയോഗിച്ചാൽ. വേരുകൾ പടർന്ന് പന്തലിച്ച് റബ്ബർ മരം പുഴങ്ങി പോവില്ല. മരത്തിന് നല്ല ബലം ഉണ്ടാവും. ഇരക്കനം തൂങ്ങി മരം പൊട്ടൂല. ഇത് ഉപയോഗിച്ചാൽ വല്ലാതെ ഇരക്കനം തൂങ്ങില്ല. മരം നല്ല ബലം ഉണ്ടാവുകൊണ്ട് പൊട്ടുകയില്ല. അങ്ങനെയുള്ള ഉപകാരങ്ങളാണ് ഇതുകൊണ്ടുള്ളത്. ഓക്കെ, അപ്പോൾ തെങ്ങിന്, കവുങ്ങിന്, റബ്ബറിന്, പച്ചക്കറിക്ക് ഈ സാധനം, വാഴ, പൂള, റബ്ബർ എന്നിവയൊക്കെ എല്ലാം പച്ചക്കറിക്കെല്ലാം ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, അങ്ങനെ എല്ലാ സാധനങ്ങളും, ഇനി ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇവിടെ. അപ്പോൾ നിങ്ങൾ ഉണ്ണിയേലിലെ ഓർഗാനിക് സ്റ്റോറുമായിട്ട് എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. ഫോൺ നമ്പർ 97 47 74 79 21. എൻ്റെ പേര് ഹംസ എന്നാണ്. ഓക്കെ, താങ്ക് യു.